ഹലോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയത് മെയിനായിട്ട് പൊല്യൂഷൻ എടുക്കണം വണ്ടിക്ക്. ഞായറാഴ്ചയാണ്, അപ്പോൾ എനിക്ക് തോന്നണില്ല പൊല്യൂഷൻ എടുക്കാൻ കടകളൊന്നും തുറന്നില്ല. ഞായറാഴ്ച പൊതുവെ അവധിയായിരിക്കണം. അങ്ങനെ കടകളൊന്നും തുറന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ എടുക്കുന്ന എവിടെയെങ്കിലും അടുത്തവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ആരോടെങ്കിലും ചോദിക്കാം. അപ്പോൾ മറുപടി എന്തോ ആയിക്കോട്ടെ, നമുക്ക് പോകാൻ നേരത്ത് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് തരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇറങ്ങണത്. എങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അവരുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന്. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഒരു ചോദിക്കാൻ പറ്റിയ ആരെയും കാണുന്നില്ലല്ലേ. വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ ഇറങ്ങാൻ നല്ല രസമാണല്ലേ. എന്നാക്കത്ത് പോലെ വന്ന് അതിനുശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ ഇതുവഴി വന്നിട്ട്. ഇവിടെ അതിലും ചോദിച്ചു നോക്കാം പൊല്യൂഷൻ കണ്ടുകൊണ്ടാന്ന്. കേട്ടോ ഉറക്കാ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലം ഉണ്ടോ അതറിയോ? ഇല്ലേ ഇല്ലേ. ചേട്ടാ ഓട്ടം വന്നതാ? ഓട്ടം വന്നതാ? ശരി ശരി ശരി, അടുത്ത് ചോദിച്ചു നോക്കാം. ഓ ഇവിടെ എവിടെയെങ്കിലും ഇതുണ്ടാ പൊല്യൂഷൻ? ചേട്ടൻ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? ചേട്ടനല്ലേ അവിടെ? ആ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന്. ആ കാണൂലല്ലേ? ആ എന്നാണ് ഫ്രീ ആയത്. അപ്പം ചുമ്മാ പൊല്യൂഷൻ എടുക്കാൻ തീർത്തിട്ട് 2-3 ദിവസമായി. നാളെ കിട്ടുമോ? ഇവിടെ അടുത്ത് ഇവിടെ ഉണ്ട്. ആ ആ ആ കോളേജിൻ്റെ അവിടെ. ഓക്കെ ഓക്കെ. ആ ആ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ തന്നെയല്ലേ. ഞങ്ങൾ ഓട്ടോക്കെ ഉണ്ടോ? അങ്ങനെ അങ്ങനെ വെള്ളം പോയാ? ഫോട്ടോ പിന്നെ അങ്ങോട്ട് ക്യാമറ വയ്ക്കില്ലെങ്കിൽ പണിയല്ലേ. ആരെങ്കിലും കൊണ്ടുവച്ച് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെളിവ് വേണ്ടേ. ഇത് വില പറഞ്ഞാൽ 10,000 രൂപ ആയി. 10,000 രൂപ ആയി. വില വളരെ കുറഞ്ഞതാണ്. അവിടുത്തെ കണ്ട ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആളെ പണ്ട് നല്ല പരിചയം. ഫോട്ടോ ചിരി കാണാൻ നല്ല രസമുണ്ട്. ചേട്ടൻ്റെ ചിരി കാണാൻ നല്ല രസമുണ്ട്. കറിയായിട്ട് പറഞ്ഞത് ഫോട്ടോ എന്ത് ആരെങ്കിലും പറഞ്ഞിട്ടില്ല? അതെന്താ പറ്റി അങ്ങനെ ഒരു ഭാര്യമാരല്ലേ പറയേണ്ടത്? പറയില്ലല്ലേ അവര്, ഒന്നും വിട്ടു പറയില്ല. പോട്ടെ പിന്നെ. ശരി. എന്നാലും പുള്ളിക്കാരൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇനി ഇടക്കാലത്തൊന്നും ഒരു ചിരി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമെന്ന്. ഞായറാഴ്ചയായിട്ട് പൊല്യൂഷനൊന്നും ഇല്ലയെന്ന്. എങ്കിലും ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് ചോദിക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ ആ ഒരു ചിരി നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇത് പോയത് വേണ്ട, മുഖം പോയ പോക്കേണ്ട. ആരോടൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല അവരോട്. കാരണം പൊതുവേ ആണുങ്ങളോട് ആരും അങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ മറ്റേ റീലിലൊക്കെ പറയുന്നതൊക്കെ ആണുങ്ങൾ അവർക്കൊരു റോസാപ്പ് കിട്ടണമെങ്കിൽ പോലും അത് അവരുടെ മരണസമയത്തായിരിക്കും എന്ന്. അത് വെളിരാജ്യത്ത് അവിടെയാണ് കല്ലറയിൽ പൂവൊക്കെ കൊണ്ടുപോയിക്കണം. ഇവിടെ പിന്നെ നമുക്ക് അതുമില്ല. അപ്പോൾ ഒരു പൂ കിട്ടലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളാണെന്ന് മാത്രം, അസാധ്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരും അങ്ങനെ പറയാറില്ല. ഇപ്പോൾ ഒരു പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഒരു പയ്യൻ വന്ന് പറയും, നിന്നെ കാണാൻ സുന്ദരിയാണ്, നിൻ്റെ ചിരി കാണാൻ നല്ല രസമാണ്, നിൻ്റെ കണ്ണ് കാണാൻ നല്ല രസമാണെന്നൊക്കെ പറയും. പക്ഷെ ഒരു ആൺകുട്ടിയോട് പൊതുവെ അങ്ങനെ പറയാറില്ല. അല്ലെങ്കിൽ അത്രത്തോളം സുന്ദരനായിരിക്കണം. പെമ്പിളരിങ്ങനെ അവരെ വളയ്ക്കാനായിട്ട് പിറകെ നടക്കുന്ന ഏതെങ്കിലും പെമ്പിളരായിരിക്കണം അങ്ങനെ പറയാൻ. അല്ലാതെ ഒരിക്കലും ഒരു ആണ് വന്ന് പറയില്ല. പഠിപ്പിക്കുന്നത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നത്. ആ പുള്ളിക്കാരനെ ഞാൻ മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ വന്നൊരു ദിവസം ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ കളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വന്ന് പുള്ളിനെ പരിചയപ്പെട്ടായിരുന്നു, കുറേ സംസാരിച്ചായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞതോട്ട് ചിലപ്പോൾ പുള്ളിയുടെ ഒരു
എന്തിനാണ് പറയുന്നത്, ഐ മേഡ് ഹിസ് ഡേ എന്ന് പറയില്ലേ, അങ്ങനെയല്ലോ ഇംഗ്ലീഷിൽ പറയണത്. പുള്ളി വേറെ എന്തെങ്കിലും ഒരു ഇതിരുന്നിട്ടുള്ളതാണെങ്കിൽ പുള്ളിയിലെ ചിന്തകളൊക്കെ മാറി ഒരു ഹാപ്പിനെസ് വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Where you wanna go? You wanna go there? Okay, go there. ചേട്ടൻ്റെ ഡേ ഒന്ന് ബെറ്റർ ആക്കിയിട്ട് വരാം, അല്ലെങ്കിൽ അവരെ പുള്ളി എന്നെ ചീത്ത വിളിക്കുക, അതെങ്കിലും ഒന്നിനൊരു തീരുമാനമാക്കിയിട്ട് വരാം. ഞാനിവിടെ നിന്ന് നോക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? കിട്ടുന്നുണ്ടോ ഏട്ടാ? ചിലപ്പോൾ കിട്ടും. അല്ലേ അയ്യോ എടാ ഉടക്കൂലേ കല്ലില്? അവിടെ നിന്ന് ചൂണ്ടയിടാനായിട്ട് ഇങ്ങ് വന്നതാ? ആണേ, നേരം പോക്കിന് ചൂണ്ടയിട്ടിട്ട് പോകുന്നില്ലേ? ഇവിടെ ആണെന്ന് അറിഞ്ഞിട്ട് ചൂണ്ടയും കൊണ്ട് വന്നതാ. ഞാനും കൂടി തെറിക്കട്ടെ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം. അവിടെയും ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പതിയെ വീട്ടിലോട്ട് ചലിക്കാം. അടിക്കല്ലേ അടിക്കല്ലേ. ഞാൻ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി കറങ്ങിയിട്ട് വരാറുണ്ട്, വെറുതെ ഒരാവശ്യമില്ല, ആവശ്യമില്ലെങ്കിലും പോവും. ഇതിനാണ് ഒരു സുഖം. വൈറ്റ് V4 കൊള്ളാം, നല്ല വണ്ടി. അവിടെ സിനിമ ഷൂട്ടിങ്. നൈസ് കാർ ബ്രദർ. ഹലോ, ഞാൻ കുമ്മൻ അടിക്കട്ടെ. ഹായ്, റോണതല്ല. അറിയില്ല, ചുമ്മാ ഹായ് കാണിച്ചത്. ഹായ്. ഇത് ആരാ വണ്ടിയാ? നിങ്ങളെ വണ്ടിയാ? ഷൂട്ടിങ്ങിന് ഇറങ്ങിയതാ? എവിടെയാണ്? ആ മറ്റേ ആ സൈഡിലുള്ള. അത് ശരി. വീഡിയോ ഒരുമിച്ച് വണ്ടി ഇട്ട് വേറൊരു വണ്ടി കൂടെ വരും, 3 വണ്ടികൾ ഇട്ട് വീഡിയോ എടുക്കാനാണ്. അന്നേരം അകത്തുനിന്ന് അവരുടെ അമ്മയൊക്കെ വടിയൊക്കെ എടുത്ത് പൊയ്ക്കോളാം. അത് കുഴപ്പമില്ല, വാങ്ങിച്ചപ്പോൾ ഓഫറിന് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടിയിട്ട് വാങ്ങിച്ചു. ബാക്കിൽ വെക്കാനാണ് നല്ലതല്ലേ? തന്നെ രണ്ടും കൂടി വരുമ്പോഴത്തെ ഒരു വൃത്തിയായിട്ട ലുക്കാണ് കാണാൻ. അത് ശരിയാണ്. നമുക്ക് മാറ്റാം. ഓടിക്കാനാ? ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഒക്കെ ഉണ്ടോ? ചാവി അതിലുണ്ട് ബ്രോ, ചാവി അതിലുണ്ട്.
കിളിച്ചോളൂ ഓടിക്കൂലേ? ആ കുഴപ്പമില്ല, ടയറില്ലാത്തതാണ്. എവിടെ കൂടെ ടയറില്ല. അപ്പൊ ശരി, ഞാൻ നടന്ന് വീട്ടിൽ പോയി. നിങ്ങളെ കാറുണ്ടല്ലോ, നിങ്ങളെ കാറിൽ വന്നാ? മറ്റേതാണ് നമ്മളെ. ആ അപ്പൊ കുഴപ്പമില്ല, എനിക്ക് പോവാൻ വണ്ടിയുണ്ട്. വരുമായിരിക്കും. തന്നെ സ്പ്ലെൻഡർ ലോഡ് സ്പ്ലെൻഡർ അല്ലേ? സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡർ തന്നെ നല്ലത്. പിന്നെ ഇതിന് കുഴപ്പമില്ല ബ്രോ, മൈലേജ് ഉണ്ട്, 60 കിട്ടും പയ്യെ പോയാൽ. 60 സുഖമായിട്ട് കിട്ടും. പയ്യ പറയാം, പറഞ്ഞ ചരലാണ് ഭാര്യ. കൈ കൊടുക്കുന്നതിനനുസരിച്ച് ബാക്ക് കൊണ്ട് ഡ്രിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ബാക്ക് ടയർ മുട്ടയാണ്, മാറണം. നമ്മൾ ഈ നിൽക്കുന്ന 3-4 പേര് റെസ്റ്റോറൻറ്റ് പണിയെടുക്കുന്നത്. അപ്പം അവിടെ വരുന്ന ആൾക്കാർ, നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയും, പുതിയ വണ്ടി എടുത്തുകൊണ്ടിരാൻ പറയാൻ ആൾക്കാർ പറയും, നിങ്ങളൊരു കാര്യം, നമ്മളെ വീട് അടുത്താണ്, നിങ്ങൾ കാര്യം ഇവിടെ ഉസ്കോളം അടിക്കുന്ന നിങ്ങൾ വീട് കൊണ്ടിരിക്കുക. അത് ശരിയാണ്, നമ്മൾ വീട്ടിൽ കൊണ്ടിരിക്കും. തുരുമ്പിക്കും, പെട്ടെന്ന് തുരുമ്പിക്കും ഉപ്പുള്ള. നമ്മൾ NS ഡൂക്ക് എല്ലാം ഒറ്റയ്ക്ക് പഠിച്ചാണ്. ചുമ്മാ നമ്മളെ നാടൻ വണ്ടികളെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? പിന്നെ ശരി, നടക്കട്ടെ, പോട്ടെ. ആ ഞാൻ ചുമ്മാ വീഡിയോ ഇറക്കാൻ ഇറങ്ങിയത്. ഓക്കെ, പോട്ടാ. വിഫർ നല്ല രസമുണ്ടല്ലേ കാണാൻ, വൈറ്റ്. ആ പിന്നെ കൊള്ളാം, പയ്യന്മാരൊക്കെ നല്ല രസമുണ്ട്, നല്ല വൈബ് പയ്യന്മാർ. ഇങ്ങനെ കുറേ കൂട്ടുകാരന്മാരെയൊക്കെ ഒപ്പിച്ചിരിക്കണത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ പരിചയം കാണുമല്ലോ അല്ലേ? എവിടെ പോയാലും പരിചയപ്പെടാൻ കുറച്ച് ആൾക്കാരുണ്ടാവുന്നത് നല്ലതല്ലേ? ഹൈ, എന്താ ചേച്ചി നോക്കുന്നേ? എന്നെ അന്തം വിട്ട് നോക്കണ്. നല്ല കാറ്റ് കേട്ടോ, അടിപൊളി കാറ്റ്. താങ്ക് യു. വണ്ടി സീനൊന്ന് I just thanked him. എന്നാ കാറ്റാ, രക്ഷയില്ലാട്ടാ. ആളെ എടുത്തോണ്ട് പോകുന്നുള്ള രീതിക്കുള്ള കാറ്റ്, പുല്ലി. എൻ്റെ മോനെ, വിഷയം ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം ക്ലൈമറ്റ്. അടിപൊളി. ജീരകം, മഞ്ഞൾ, കൊത്ത, മല്ലി. സിനിമാറ്റിക് ഇട്ട് നോക്കിയാലോ? തും സാത്ത് ഹാ. നമുക്ക് പയ്യെ ചലിക്കാം. മഴക്കോളുറ, മഴയ്ക്ക് മുമ്പേ വീട്ടിൽ പോവാം. മഴയ്ക്ക് മുമ്പേ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. നല്ല അടിപൊളി കാറ്റിട്ടാ, തണുത്ത കാറ്റടിക്കുന്നു, നല്ല രസമുണ്ട് വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഇങ്ങനത്തെ ക്ലൈമറ്റ്. അയ്യോ പോലീസ്, അയ്യോ ഭയ്യേട്ടാ പോലീസ്, ഓടിക്കൂ. നാടകാർ എന്തോ ഈ സാധനം ഇഗ്നിസ് ഭയങ്കര പവറാണ്. അല്ലെങ്കിൽ ഹാച്ച് ബാക്ക് വണ്ടികൾ, ചില വണ്ടികളിൽ ഫിയറ്റ് പുണ്ടോ, പോളോ, ഇതുപോലെ ഇഗ്നിസ്, ഷെവർലെ ബീറ്റ്, ഇങ്ങനത്തെ വണ്ടികളെല്ലാം പൊളി സാധനങ്ങളാണ്. ഓടിയും പറത്തിയൊക്കെ പോകണം.
ഓ മൈ ഗാഡ്, ഇങ്ങോട്ട് മഴ തുടങ്ങിയേട്ടാ. സീൻ മഴ സ്റ്റാർട്ടഡ് ഹിയർ. ഹായ്. ഓടി തപ്പിക്കാൻ നോക്കണേണ. തോറ്റേ